ഇനി വൈറ്റ് വാഷ് ഒന്നും ചെയ്യണ്ട. ഈ പ്രസംഗം പൂക്കോട്ടൂര് ഈ പറയുന്ന കാര്യങ്ങളെ ഈ പറഞ്ഞ തങ്ങള് പറഞ്ഞതല്ലേ. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാത്ത ആളെ ഇമാമല്ല മാമൂമാക്കാൻ പറ്റിയത്. എത്തപ്പ ഇയാളെ കഥ. ഇതൊക്കെ പൂക്കോട്ടൂര് പ്രസംഗിച്ച് അയാൾ പറഞ്ഞിരുന്ന ഒന്നെങ്കിൽ തങ്ങൾ പറയട്ടെ, ഞാൻ അങ്ങനത്തെ വാക്കനെ കൊടുത്തിട്ടില്ല. ഹറമെന്ന് വരെ കൊടുത്തിരുന്നു വാക്ക്. ഹറമെന്നേ അണ്ട് ആ വാക്ക് പാലിക്കാൻ കഴിയാത്ത ഈ തങ്ങള് വല്ലാത്ത തങ്ങളല്ലേ. ഒരാൾ പറഞ്ഞ ഹറമെന്ന് എന്ന വാക്കാണ് സാദിഖലി തങ്ങള്. മറ്റേ പറഞ്ഞ ഈ പറഞ്ഞോന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരമാതിരി പച്ച നുണ പറയുന്ന തങ്ങൾ സാദിഖലി തങ്ങളാണല്ലോ. അപ്പൊ അത് രാഷ്ട്രീയക്കാരാണ്. ഒരു ആലിമായ പണ്ഡിതനായ സയ്യിദും ഒരു സാധാരണ സയ്യിദും തമ്മിലുള്ള മാറ്റമാണ്. പച്ചക്ക് ഒരു നുണാണ് പറയാം, എന്നിട്ട് അത് നിഷേധിക്കുക, എന്നിട്ട് അതിന് മറുപടി പറയാതെ ഇങ്ങനെ പുഞ്ചിരിച്ചാണ് ഇങ്ങനെ നിൽക്കുക ആണ് പറയുന്നത്. അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്. നിലപാട് പറയുമ്പോൾ നിലപാടായിരിക്കണം. സമസ്ത എടുത്ത തീരുമാനത്തിന് ഏൽപ്പിച്ചാൽ തീരുമാനം പറഞ്ഞാൽ മതി. രണ്ടിലൊരു തീരുമാനം പറയാലോ, അത് പറയണില്ല, പറയാതെ അങ്ങനെ നിൽക്കുക. അത് എന്ത് നിലപാടാണ്? പറഞ്ഞോളിന്ന് പറയാം, എന്നിട്ട് മറ്റുള്ള കൊണ്ട് പറയിച്ചും ചെയ്യാം. മൂപ്പരോട് ചോദിച്ചു മൂപ്പര് ഉണ്ടാകാതെ അങ്ങനെ നിൽക്കുക. തീരുമാനം പറയാൻ സമയമായിട്ടില്ല, പറയാതെ തന്നെ നിൽക്കുക. രാഷ്ട്രീയക്കാരമായി തങ്ങന്മാരാവില്ല. തങ്ങന്മാര് ആത്മീയ നേതാക്കളാണ്. അപ്പൊ അതിന്റെ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടണമെങ്കിൽ സത്യസന്ധമാരായിരിക്കണം. അതേമാതിരി ഇങ്ങനെ നുണ പറഞ്ഞാണ്ട് എന്നിട്ട് നമ്മളത് പറഞ്ഞേക്കാണെങ്കിൽ സാദിഖലി തങ്ങൾ നുണ പറഞ്ഞിരിക്കാന്ന് ചോദിച്ചാൽ ഈജ് പാണക്കാട്ടെ തങ്ങളെ കുറ്റം പറയേ ഈജോ പറയും ചെയ്യാ. എന്താ ചെയ്യാ? ഒന്നാലോചിച്ച് നോക്കി. പച്ചക്ക് നുണ പറഞ്ഞ ഹറമെന്ന് വാക്ക് കൊടുത്തുന്ന ഒരു ഉസ്താദ് പറയും. പൂക്കോട്ടൂര് അതാ പറഞ്ഞു, എനിക്ക് പറഞ്ഞോന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞോന്ന് പറഞ്ഞു. അവിടെ അതിനൊരു വിലയില്ല. എന്നിട്ട് പറയാ നമ്മളെ പാരമ്പര്യം പൈതൃകങ്ങൾ കണ്ടില്ലേ, നമ്മളെ മുൻകാലങ്ങളിലെ സയ്യിദന്മാരിങ്ങനെ. ഇതെന്ത് അങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? മുജാഹിദിന്റെ പരിപാടിക്ക് പോയി സയ്യിദന്മാര് മുസ്ലിം ലീഗിന്റെ പരിപാടിക്ക് പോവാന്നല്ലാതെ ഈ ഇഫ്താർ മീറ്റിനും ഈ മുജാഹിദിന്റെ ആദർശ പരിപാടിക്കും പോയില്ല. പക്കാ രാഷ്ട്രീയക്കാരാണ്. അതാ പറയുന്നത്. അതാണ് നമ്മളുള്ള പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നമില്ല. മൂപ്പർക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. മൂപ്പര് ബൈക്കോട്ടെ, നമ്മൾ എതിരൊന്നുമല്ല. മൂപ്പര് ഇതിലും അതിലൂടെ ഇങ്ങനെ കാലിട്ട് നിൽക്കരുത്. ഒരു തോണിയിൽ കാലിടുക, മറ്റേ തോണി മാറി. അതിന്റെ പ്രശ്നമുണ്ട്, മനസ്സിലായ? നമ്മളത് ചൂണ്ടിക്കാണിച്ചാല് നമ്മൾ തെറ്റുകാരായി. അത് പറയാൻ പാടില്ല, നമ്മൾ മുണ്ടാൻ പാടില്ല എന്ന് പറയാം. അതാ പറയണേ. അതിനെ നോക്കി ഇവിടുന്ന് വാക്ക് കൊടുത്ത് ഹറമെന്ന് വാക്ക് കൊടുക്കാറിനപ്പൊ എന്താ അല്ലെ? പിന്നെ പറഞ്ഞ ആള് വേണം അറിഞ്ഞെന്ന് പറയണം തങ്ങള്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണം. എന്നാ പിന്നെ നമുക്ക് തങ്ങളെ വിശ്വസിക്കാം. അതും തങ്ങൾ പറഞ്ഞിട്ടില്ല. അബ്ദുസമദ് പൂക്കോട്ടൂര് നോണ അറിഞ്ഞെന്ന് പറയണം, അതും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാണ് അതിന്റെ ഗൗരവം. ഒരു സയ്യിദായ ഒരാള് അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായാലും പൊതുവെ അത് മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് ഉമ്മ ആയാലും ശരി, ഇനി ക്ഷമയോട് നിൽക്കുന്ന പരിപാടിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് നിന്നിട്ടുണ്ട് എത്ര കാലം ഇങ്ങനെ നമ്മൾ ക്ഷമിക്കുന്നു? എത്ര കാലം ഇങ്ങനെ ക്ഷമിക്കുന്നു? ഏത് ഉമ്മയാലും ശരി, ഉമ്മ മക്കളെ ശരിക്കും നോക്കണം. ഇതുവരെ ഉമ്മ മക്കൾ ഉമ്മാനെ ഒരിക്കലും കുറവ് പറഞ്ഞിട്ടില്ല. ആ ഉമ്മാനെ നോക്കേണ്ട വിധത്തിൽ മക്കൾ നോക്കിയിട്ടുണ്ട്, ചെയ്യേണ്ട വിധത്തിലെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഉമ്മ എന്താക്കാം? ഉമ്മ മക്കളെയും നോക്കണം, മനസ്സിലായില്ലേ? അല്ല, കൈവിട്ട് പോയ മക്കളെ ബാക്കിലേക്ക് പോയിട്ട് ഫലമില്ല. മുമ്പ് കുരുത്തക്കേട് കഴിച്ച മക്കളാണ് ഇന്നിപ്പം കാര്യം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. സുഹാബി കുണിയിലേക്ക് കിടക്കാൻ പാടില്ലാട്ടാ, ഇല്ല കാര്യം പറയാം. ഇനി നമ്മൾ വന്നിട്ടാന്ന് വിജയിപ്പിച്ചിനി, നമ്മളില്ലെങ്കിൽ വിജയിക്കൂല. അങ്ങോട്ട് വരികയെ വേണ്ട, കിടക്കുകയെ വേണ്ട, ഇല്ലാതെ മതി. നിയന്ത്രിക്കാൻ കഴിയില്ല നമുക്ക്, കൂടുതലൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ചിലപ്പം. ഇങ്ങനത്തെ ഈ പറഞ്ഞാൽ കേൾക്കാത്തത് നാവിനെ വലിയത്തേട്ട് കൊടുക്കാണ്ട. മുക്കോസ്താദ് ആദർശം പറയും. മൂപ്പര് പറയേണ്ടത് തന്നെ ഇനി മൂപ്പര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മൂപ്പര് പറയേണ്ടത് മൂപ്പര് പറയും. അത് പറയണം. ഇനിയും ഇങ്ങനെ ഈ മറച്ചു വെച്ചിട്ട് അപ്പുറം ഒന്ന് ഇപ്പുറം ഒന്ന് ആ കളി കളിക്കണ്ടാന്ന്. എന്തിനാണ്? നിങ്ങളിപ്പം ഇവിടെ ഉദ്ഘാടനത്തിന് വരായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ടില്ലേ?
അതേപോലെ ഇനി വരണ്ടാന്ന് ഇക്കൂട്ടറൊന്നും വരണ്ടാന്ന് കുണിയിലേക്ക് വരണ്ട. ഇല്ലാൾ മതി എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? ഉള്ളാൾ മതിയെന്ന്. ഈ സമസ്തനെ പരിപൂർണമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുത്തരം അങ്ങോട്ട് കിടക്കാൻ പാടില്ല. നമ്മൾ കണ്ട നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ആ പള്ളി ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോക്ക് വെച്ചിട്ട് ഒരു മറുപടി കൊടുത്തപ്പോൾ അത് നേരെ മുക്കം ഉമ്മർ വൈസിയെ കുറിച്ച് ഇങ്ങോട്ട് മാറ്റി കളം മാറ്റി ചവിട്ടാണ്. ചോദിച്ചതിൻ്റെ മറുപടി പറയാൻ ഒരു സുഹാബിനെ കൊണ്ടും കഴിയൂല. ഇപ്പം അങ്ങാന്ന് പറയുമ്പോൾ അമ്പരാന്തിരിൻ്റെ കുണ്ടിന്നാ മറുപടി പറയാ. ചോദിച്ചതിന് മറുപടി പറഞ്ഞ് പൊതുവെ ഇവർക്ക് ശീലമില്ല. കാരണം ഓൽക്കറിയാം ചെയ്യണതൊക്കെ വങ്കത്തരവും തെമ്മാടിത്തരമാണെന്ന്. പിന്നെ അപ്പം അത് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അപ്പം നേരെ ഉമ്മർ വൈസിൻ്റെ കുറ്റം പറഞ്ഞാൽ നമ്മൾ വിഷയം അതിക്ക് അങ്ങോട്ട് മാറ്റിക്കോളും. അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയണത്. അതിന് ഇതിനൊക്കെ മറുപടി ഇവരെന്നെ ആദ്യം പറഞ്ഞു വെച്ചിക്കണ്. പൂക്കോട്ടൂരാജി, ദാസർ ഫൈസി, ജബ്ബാറാക്ക, ഇങ്ങനത്തെ കുറെ മമ്മൂണികള് ഇതിനുള്ള മറുപടി കല്ലായപ്പ ഇവരൊക്കെ ഇതിനുള്ള മറുപടി എഴുതിച്ചിരുന്നു. അസ്സലാമു അലൈക്കും. അതന്നെ എല്ലാവർക്കും പറയാനുള്ളത്. അത്രയും വീണ്ടും നമ്മ അത്ര ഇല്ലാൾ മതി. അതായത് സമസ്ത എന്ത് പറയുന്നുവോ അത് അംഗീകരിച്ചുകൊണ്ട് ആ സമസ്തയുടെ വാക്ക് കേട്ട് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം കൂടുതൽ എൻ്റെ അഭിപ്രായവും. എല്ലാത്തിനും എന്തിനു നമുക്കെന്ന് എന്തിനു വലിയ കുത്തുബും തങ്ങളും കുത്താബെല്ലാം കുത്തുബാബും കുത്തുബാബെല്ലാം നമുക്ക് എന്തിനു തങ്ങൾ സമസ്ത പറയാ കേൾക്കാതെ പിന്നെ കുത്തുബാബും കുത്താബും ഒന്നും ഉണ്ടായിട്ട് നമുക്ക് വരില്ല. ഒരാളും വേണ്ട നമുക്ക്. സമസ്ത പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറായിട്ട് ഒരുപാട് പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അള്ളാന്റെ ഔലിയാക്കൾ ഈ ഭൂമിയിലുണ്ട്. ആ ഉള്ളവര് മതിയെന്നേ. നമുക്കൊരു നിർബന്ധം ഇവിടെ ഒരു സുഹാബിയും വരണ്ട അങ്ങോട്ട്, ഒരു സഹാബിയും വരണ്ട, ഒരു വഹാബിയും അങ്ങോട്ട് കിടക്കണ്ട, വരണ്ട തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായമാകുന്നു. എന്തിനി ആ ഉള്ള 10 സമസ്ത എന്ത് പറയുന്നുവോ അതനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന 10 ആള്. അതിന് ഇതിലൊക്കെ അതിൻ്റെ ക്യാമ്പിൽ എന്താ പറഞ്ഞത്? 33,000 ആൾക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ശരിക്കും വന്ന ഒരു കുട്ടിയെ പോലെ അതിനുള്ളിൽ പെരുമാറാൻ പറ്റണം. നിങ്ങൾ അഹങ്കാരവും അഹന്തയും നിങ്ങളതെല്ലാം മാറ്റി വെക്കേണ്ടി വരും. എല്ലാം പുറത്തു വെക്കണം. ഒരാളും എടുക്കാൻ പാടില്ല. ഞങ്ങളോട് തന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെയാ പറയുന്നത്. എന്നിട്ടൊരു കുട്ടിയെ പോലെ എല്ലാം അനുസരിച്ച് നിങ്ങൾ അതിനുള്ളിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി എന്നാണ്. അങ്ങനെ മതിയെന്ന്. നമ്മളെ നേതൃത്വം എന്തു പറയുന്നുവോ അത് ചെറിയ കുട്ടിയാണ് നമ്മുടെ നേതൃത്വത്തിന് മുമ്പിലുള്ളത്. അവർ പറയുന്നത് അംഗീകരിക്കാൻ തന്നെ വേണ്ടി വരും. അത് ഏത് കുത്തുബാബും കുതാബും അംഗീകരിക്കണം. മനസ്സിലല്ലേ? അതന്നെ വേണ്ടത്. അതല്ലാത്തവർ അങ്ങോട്ട് വരണ്ടാന്ന്. എന്തിനായി വരുന്നതെന്ന്? അങ്ങോട്ട് വരേ വേണ്ട. നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കല്ലാന്ന്. സമസ്തക്ക് ബുദ്ധിമുട്ടാക്കല്ലാന്ന് ഞാൻ പറയുന്നത്. ഇനി അഹങ്കാരമുള്ള ഒരാളെയും അതിലേക്ക് ചേർക്കാൻ പാടില്ല. അഹങ്കാരമുള്ള, കാരണം സമസ്തനേക്കാളും വലുതാണ് ഞാൻ. സമസ്ത പറയുന്നത് അനുസരിക്കാതിരുന്ന അഹങ്കാരമുള്ള ഏതൊരു മനുഷ്യനെയും അതിലേക്ക് എടുക്കാതെ നിൽക്കണം. അതിൻ്റെ തലപ്പത്തേക്കോ പ്രസംഗവേദിയിലേക്കോ അല്ലെങ്കിൽ മേലോട്ടൊന്നും കയറ്റാതെ നിൽക്കണം. സമസ്ത എന്താണോ പറയുന്നത് അതനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളവർ മാത്രം ഇതിലെടുത്തായിരുന്നു എൻ്റെ അഭിപ്രായം. എന്തിനാ കുറേ എണ്ണമല്ലോ സമസ്ത പറഞ്ഞ് അംഗീകരിക്കാതെ കുറേ ആൾക്കാർ എന്തിനാ നമുക്ക്? എന്ത് സമസ്തനെ പുറത്ത് നിന്നിട്ട് കൊഞ്ഞനം കാട്ടി ചെയ്യുക? എന്നിട്ട് പറയാ സമസ്തയില്ലാതെ ഞങ്ങൾ അങ്ങനെ ആക്കിയില്ലേ, സമസ്തയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ ആക്കിയില്ലേ. നിങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോ, നിങ്ങൾ ആക്കുവോ എന്തോ ചെയ്തോട്ട്, നമുക്കത് പ്രശ്നമല്ല. പക്ഷെ അത് സമസ്തയിൽ വന്നിട്ട് ആക്കണ്ടെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ.